കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഡൊമെയിൻ ഈസ് എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ. ദെൻ ആ ഫംഗ്ഷൻ്റെ എപ്സിലൺ നെയ്ബർഹുഡിനുള്ളിൽ, അതായത് നമ്മൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് മനസ്സിൽ കാണുകയാണെങ്കിൽ ആ ഗ്രാഫിനെ എപ്സിലൺ ഡിസ്റ്റൻസ് താഴേക്കും എപ്സിലൺ ഡിസ്റ്റൻസ് മുകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്താൽ കിട്ടുന്ന രണ്ട് ഗ്രാഫുകൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തത്. ഫോർ എനി വാല്യൂ ഓഫ് എപ്സിലൺ, ഫോർ എനി പോസിറ്റീവ് വാല്യൂ ഓഫ് എപ്സിലൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ കണ്ടീഷനിൽ തന്നെ, അതായത് വി ഹാവ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ. വി ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് വിത്ത് എ കണ്ടിന്യൂസ് പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എന്ന് നോക്കാം. ലെറ്റ് ഐ സബ്സെറ്റ് ഓഫ് ആർ ബി ആൻ ഇൻ്റർവെൽ and let g from I to R. G is a function from I to R where I is an interval. Then g is called a piecewise linear function on I if this interval capital I is the union of finite number of disjoint intervals I1, I2, etc. Im such that the restriction of g to each interval ik is a linear function. അതായത് നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ള ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ, സപ്പോസ് ദിസ് ഇസ് ഐ, നമുക്ക് ഈ ഐയെ ചെറിയ കഷ്ണങ്ങളാക്കി ഡിസ്ജോയിൻറ്റ് സബ് ഇൻ്റർവെൽസ് ആക്കി മുറിക്കാൻ പറ്റും. സച്ച് ദാറ്റ് നമ്മൾ ആദ്യത്തെ ഇൻ്റർവെൽ I1 മാത്രം നമ്മൾ ഈ ഫംഗ്ഷനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. അതുപോലെ I2 മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇപ്പോൾ I1 യൂണിയൻ I2 നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ലീനിയർ ഫംഗ്ഷൻ അല്ല. പക്ഷേ I1 മാത്രം നോക്കിയാൽ അത് ലീനിയറാണ്, I2 മാത്രം നോക്കിയാലും ലീനിയറാണ്. അതുപോലെ അടുത്ത ഇൻ്റർവെൽ ആയിട്ടുള്ള I3 ദിസ് ഇസ് എഗെയിൻ എ ലീനിയർ ഫംഗ്ഷൻ. ഓൾ ടുഗദർ I1 യൂണിയൻ I2 യൂണിയൻ I3 ലീനിയർ അല്ല, പക്ഷേ I1 ലീനിയറാണ്, I2 ലീനിയറാണ്, I3 ലീനിയറാണ്. ഇതുപോലെ I4 ഇത് ലീനിയറാണ്, I5 ലീനിയറാണ്. ഇങ്ങനെ നമുക്ക് ടോട്ടൽ ഡൊമെയിനിനെ ഡിസ്ജോയിൻറ്റ് സബ് ഇൻ്റർവെൽസ് ആക്കി കട്ട് ചെയ്യാൻ പറ്റണം. സച്ച് ദാറ്റ് ഇഫ് വി ലുക്ക് അറ്റ് ദ ഫംഗ്ഷൻ ഇൻ ഈച്ച് സബ് ഇൻ്റർവെൽ ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. സോ ഇപ്പം ഞാനിവിടെ വരച്ചിരിക്കുന്നത് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുന്നൊരു ഗ്രാഫാണ്. അതായത് ഈ ഫംഗ്ഷൻ പീസ് വൈസ് ലീനിയർ ആണ് എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷനാണ്. അതായത് പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ആകുമ്പോൾ ഇങ്ങനെയും ആവാം. ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ, സെക്കൻഡ് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ, ദെൻ തേർഡ് ഇൻ്റർവെല്ലിൽ ഇതുപോലെ. ഓക്കെ, ദെൻ ഇൻ ദ ഫോർത്ത് ഇൻ്റർവെൽ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്. ഫിഫ്ത്ത് ഇൻ്റർവെല്ലിൽ ഇങ്ങനെ, അങ്ങനെ വരാം. അതായത് ഇവർ തമ്മിൽ ബ്രേക്ക് ഉണ്ടാവാം. സ്റ്റിൽ ഇറ്റ് ഈസ് എ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഞാൻ ആദ്യം വരച്ചതുപോലെ ആണെങ്കിൽ, it is evident that in order for a piecewise linear function g to be continuous on I, the line segments that form the graph of g must meet at the endpoints of adjacent subintervals ik and ik plus 1. അതായത് I1 ഗ്രാഫും I2 ഗ്രാഫും തമ്മിൽ ഇതിൻ്റെ കോമൺ എൻഡ് പോയിൻ്റ് എവിടെയാണോ അവിടെ മീറ്റ് ചെയ്യുന്നുണ്ടാവണം. ആ രീതിയിലാണെങ്കിൽ, ഇങ്ങനെ ഓരോ ഇൻ്റർവെൽസിലും അത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് പറയും. വെറുതെ പീസ് വൈസ് ലീനിയർ ആവാൻ കണ്ടിന്യൂസ് ആവണമെന്ന് നിർബന്ധമില്ല. സോ ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ കാണാം. പീസ് വൈസ് ലീനിയർ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഐ എം ഡിഫൈനിങ് g ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവെൽ -2 to R such that g of x is equal to mod x where x is in closed interval -2, 1. And I am defining g of x
on open 1 closed 2 as 2x minus 1. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. മോഡ് എക്സിൻ്റെ ഗ്രാഫ് നമുക്കറിയാം വി ഷേപ്പിലാണ് ഉണ്ടാവുക. സോ -2 തുടങ്ങി 0 വരെയുള്ള പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മോഡ് എക്സ്. ബിക്കോസ് -2 തുടങ്ങി 0 വരെയുള്ള ഭാഗത്ത് നമുക്ക് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അപ്പോൾ മോഡ് എക്സ് എന്ന് പറയുന്നത് -x ആണ്. സോ y ഈസ് ഈക്വൽ ടു -x എന്നുള്ള ഗ്രാഫാണ് നമ്മളിവിടെ കാണുന്നത്. y ഈസ് ഈക്വൽ ടു -x. സോ ഇറ്റ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. വീണ്ടും നമ്മൾ 0 തുടങ്ങി 1 വരെയുള്ള ഭാഗത്ത് നോക്കുകയാണെങ്കിൽ x is positive. So we have mod x is equal to x itself. So this is y equal to x. Again it is a linear function on 0, 1. വീണ്ടും x is in 1, 2. If x is in 1, 2, the function is defined as 2x minus 1. So this is y equal to 2x minus 1. അപ്പോൾ ഇവിടെ 3 ലൈൻസ് ചേർന്ന പോലെയാണ് നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉള്ളത്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ i1, i2, i3യുടെ സ്ഥാനത്ത് നമുക്ക് i1 ആയിട്ട് ക്ലോസ്ഡ് -2 0 എടുക്കാം. i2 is open 0 closed 1 and i3 is open 1 closed 2. So if I restrict the function to i1, it is a linear function. ഈ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗം. If I restrict the function to 0, 1, it is a linear function. If I restrict the function to 1, 2, it is a linear function. So this is a piecewise linear function. And graph കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം this is a continuous piecewise linear function. There is no break. Okay. സോ ഇപ്പം നമ്മൾ കണ്ടത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പീസ്വൈസ് ലീനിയർ ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി നമ്മുടെ തിയറം നമ്മളോട് പറയുന്നത് ഇതാണ്. ലെറ്റ് ഐ ബി എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ഐ. If epsilon greater than 0, then there exists a piecewise linear function g epsilon from I to r such that absolute value of f of x minus g epsilon of x is less than epsilon for all x element of I. So take any continuous function on a closed bounded interval. ആ ഫംഗ്ഷൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് തിയറം പറയുന്നത്. കൺസ്ട്രക്ഷനിൽ നമുക്ക് കാണാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷനും കൂടിയാണ് എന്ന് കാണാം. സോ ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. ദിസ് ഈസ് ഗ്രാഫ് ഓഫ് എഫ്. അതിനെ നമ്മൾ എപ്സിലൺ ഡിസ്റ്റൻസ് എപ്സിലൺ താഴേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ വി വിൽ ഗെറ്റ് ദിസ് ഡോട്ടഡ് ഗ്രാഫ്. എപ്സിലൺ ഡിസ്റ്റൻസ് മുകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. സോ നമുക്കിത് കിട്ടും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ഇതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം. എഫ് മൈനസ് എപ്സിലണിനും എഫ് പ്ലസ് എപ്സിലണിനും ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. അപ്പോൾ ഇതെങ്ങനെ പോസിബിൾ ആവും, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. സോ പ്രൂഫിൻ്റെ കുറച്ചധികം ഭാഗം നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കിയ പ്രൂഫിൻ്റെ കുറേ ഭാഗം തന്നെയാണ് ആദ്യമൊക്കെ ഉള്ളത്. ഇവിടെ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ, ഹെൻസ് ഇറ്റ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ബൈ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. അവിടെ നമ്മൾ ഇത് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം പ്രകാരം നമുക്ക് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആയി. സോ വി ഹാവ് ദ ഡെഫിനിഷൻ ഫോർ യൂണിഫോം കണ്ടിന്യൂറ്റി. For any epsilon greater than 0, there is a delta epsilon greater than 0 which depends only on epsilon, such that if x and u are in I are such that mod x minus u less than delta epsilon, then we have mod f of x minus f of u less than epsilon. Uniform continuity definition. വീണ്ടും ഇവിടെ ഐ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കണേ. ഐ ആം ടേക്കിംഗ് ഐ ആസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. ഇവിടെയും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എ ബി എന്നുള്ള ഇൻ്റർവെല്ലിനെ എം ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്.
വേർ ഈ ഓരോ കഷ്ണത്തിൻ്റെയും നമ്മൾ എം ഈക്വൽ ലെങ്ത് ഉള്ള കഷ്ണങ്ങളായിട്ടാണ് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയെ കട്ട് ചെയ്യുന്നത്. ഇതിൽ ഓരോ പീസിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആയിരിക്കണം. അതങ്ങനെയാണ് നമ്മൾ എത്ര പീസാക്കണം എന്നതിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ലെങ്ത്ത് എത്ര കഷ്ണങ്ങളാക്കിയാലാണോ ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആവുക അതിനനുസരിച്ചാണ് നമ്മൾ ഈ എം എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ് എം എലമെൻറ്റ് ഓഫ് എൻ be sufficiently large so that h is equal to b minus a divided by m is less than delta epsilon. We now divide I equal to closed interval AB into m disjoint intervals of length h. Okay, ഇതിൽ ഓരോ ഇൻ്റർവെലിനെയും നമ്മൾ I1, I2, I3 എക്സെട്ര IM എന്ന് വിളിക്കുകയാണ്. അതിൽ I1 എന്ന് പറയുന്ന ഇൻ്റർവെൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ പ്ലസ് എച്ച്, ആദ്യത്തെ പീസ് എന്ന് സ്റ്റാർട്ട് ചെയ്യണു. എന്ന് സ്റ്റാർട്ട് ചെയ്ത് എച്ച് ലെങ്ത് ആകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണു. സോ വി വിൽ റീച്ച് അറ്റ് എ പ്ലസ് എച്ച്. സോ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ പ്ലസ് എച്ച്. ഇപ്പോൾ എ പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ I1-ലുണ്ട്. നമുക്ക് ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസ് ആണ് വേണ്ടത്. വി നീഡ് ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസ്. സോ ഇനി I2-വിൽ എ പ്ലസ് എച്ച് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ I2 എടുക്കുന്നത് എങ്ങനെയാണ്? I will take I2 as open A plus H. എ പ്ലസ് എച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണു. വീണ്ടും എച്ച് ഡിസ്റ്റൻസ് എത്തുമ്പോൾ നമുക്ക് നിർത്താം. അപ്പോൾ എ പ്ലസ് എച്ച് പ്ലസ് എച്ച്. സോ എ പ്ലസ് 2H എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇനി I3 എടുക്കുമ്പോൾ ഡിസ്ജോയിൻ്റ് ആക്കണം. എ പ്ലസ് 2H എന്ന് പറയുന്നത് I2-വിലുണ്ട്. അപ്പോൾ ഇനി എ പ്ലസ് 2H I3-ൽ ഉണ്ടാവാൻ പാടില്ല. സോ ഓപ്പൺ എ പ്ലസ് 2H, ക്ലോസ്ഡ് എ പ്ലസ് 3H. ഇങ്ങനെ നമുക്ക് mth ഇൻ്റർവെൽ എന്ന് പറയുന്നത് എ പ്ലസ് എം മൈനസ് 1 ടൈംസ് എച്ച്, ആ സൈഡ് ഓപ്പൺ, ദെൻ എ പ്ലസ് എം എച്ച്. എ പ്ലസ് എം എച്ച് എന്ന് പറയുന്നത് ബി തന്നെയാണ്. ഇങ്ങനെ നമ്മൾ എം ഇൻ്റർവെൽസ് എടുത്തു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ ഓരോ ഇൻ്റർവെൽ ഐക്കയുടെയും ലെങ്ത് എന്ന് പറയുന്നത് എച്ച് ആണ്. ആൻഡ് എച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ. So, the difference between any two values of I in IK is less than delta epsilon because IKയുടെ ടോട്ടൽ ലെങ്ത് എച്ച് ഉള്ളൂ. ആ എച്ച് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആണ്. അതുകൊണ്ട് തന്നെ IKയിലുള്ള ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അവർ തമ്മിലുണ്ടാകാവുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഇറ്റ് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ. പിന്നെ നമുക്കറിയുന്ന കാര്യം എന്താണ്? ഈ എല്ലാ IKകളുടെയും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് I, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി കിട്ടും. IKs എല്ലാം പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ് താനും. ഇനി അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേന്നുണ്ടെങ്കിൽ ജി എപ്സിലൺ എന്ന് പറയുന്ന നമ്മുടെ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഓൺ ഈച്ച് ഇൻ്റർവൽ IK വി ഡിഫൈൻ G ടു ബി ദ ലീനിയർ ഫംഗ്ഷൻ ജോയിനിങ് ദ പോയിൻറ്റ്സ് a plus k minus 1h, f of a plus k minus 1h and a plus kh, f of a plus kh. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ഞാൻ തൽക്കാലം എ ബി എന്നുള്ളതിനെ ഒരു 3 പീസാക്കാം. എക്സ്പ്ലനേഷൻ്റെ എളുപ്പത്തിനാണ്. ഈക്വൽ ലെങ്ത് ഉള്ള 3 പീസ്. സോ ദാറ്റ് ഐ ഹാവ് ദിസ് പോയിൻ്റ് ഇസ് എ പ്ലസ് എച്ച്, ദിസ് ഇസ് എ പ്ലസ് 2h, ഈ ബി എന്ന് പറയുന്നത് എ പ്ലസ് 3h ആണ്. ഇതാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് കരുതുക. ഓക്കെ, സോ ഫസ്റ്റ് ഐ വിൽ ടേക്ക് ദ പോയിൻ്റ് എ എഫ് ഓഫ് എ. ഇതാണ് എ എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിൻ്റ്. ദെൻ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച് എന്നുള്ള പോയിൻ്റാണ് ഇപ്പം ഞാൻ ഈ രണ്ടാമത് മാർക്ക് ചെയ്തത്. എ പ്ലസ് 2h എഫ് ഓഫ് എ പ്ലസ് 2h എന്നുള്ള പോയിൻ്റാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്. ദെൻ എ പ്ലസ് 3h എഫ് ഓഫ് എ പ്ലസ് 3h എന്നുള്ള പോയിൻ്റാണിത്. ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇൻ്റർവെല്ലിൽ എൻ്റെ ജി എന്ന് പറയുന്നത് ദ ലൈൻ ജോയിനിങ് ദീസ് ടു പോയിൻറ്റ്സ്. സെക്കൻഡ് ഇൻ്റർവെല്ലിലെ ജി എന്ന് പറയുന്നത് ലൈൻ ജോയിനിങ് ദീസ് ടു പോയിൻറ്റ്സ്. തേർഡ് ഇൻ്റർവെല്ലിൽ എൻ്റെ ജി എന്ന് പറയുന്നത് ലൈൻ ജോയിനിങ് ദീസ് ടു പോയിൻറ്റ്സ്. ഇങ്ങനെയാണ് ഞാൻ ജി ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 3 ഇൻ്റർവെൽസേ ഉള്ളൂ, അതുകൊണ്ട് 3 ലൈൻ സെഗ്മെൻറ്റേ ഉള്ളൂ. ജനറൽ കേസിൽ നമുക്ക് എം ഇൻ്റർവെൽസ് ഉണ്ട്. സോ ദാറ്റ് വി വിൽ ഹാവ് എം ലൈൻ സെഗ്മെൻറ്റ്സ്.
സോ ഓരോ പോയിൻറ്റും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എ എഫ് ഓഫ് എ, ദെൻ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ച്. അടുത്ത ഇൻ്റർവെല്ലിൽ, രണ്ടാമത്തെ ഇൻ്റർവെല്ലിൽ എ പ്ലസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് എച്ചും എ പ്ലസ് 2h എഫ് ഓഫ് എ പ്ലസ് 2h. സോ kth ഇൻ്റർവെല്ലിൽ എ പ്ലസ് കെ മൈനസ് 1 ടൈംസ് എച്ച് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 ടൈംസ് എച്ച് ആൻഡ് എ പ്ലസ് കെ എച്ച് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ദിസ് ഇസ് ജി എപ്സിലൺ. ഈ ജി എപ്സിലൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, വിത്തൗട്ട് ബ്രേക്ക് ആണ്, ആൻഡ് ഇറ്റ് ഈസ് എ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. സോ നമ്മളൊരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജി ഓഫ് എപ്സിലൺ സാറ്റിസ്ഫൈ ദ പ്രോപ്പർട്ടി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലൺ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലൺ എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഒരു ലൈൻ സെഗ്മെൻ്റ് എടുത്തു, ഐ കെ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ എടുത്തു, അതായത് എ പ്ലസ് കെ മൈനസ് 1 എച്ചും ഇവിടെ നമുക്ക് എ പ്ലസ് കെ എച്ചും. ഇതാണ് നമ്മുടെ ഐ കെ. ഈ ഐ കെയിൽ ജി എപ്സിലൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്നുകിൽ ലൈൻ സെഗ്മെൻ്റ് ആയതുകൊണ്ട് ഒന്നുകിൽ ഇൻക്രീസിങ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിക്രീസിങ് ആയിരിക്കും. ഈ രണ്ട് ഫോമിൽ ഏതെങ്കിലും ഒരു രീതിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടാവുക. അതല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. കോൺസ്റ്റൻറ്റ് മീൻസ് ഇറ്റ് ഈസ് ബോത്ത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് എന്ന് പറയാം. അപ്പോൾ എനിവേ ഒരു കാര്യം ഷുവറാണ്, ജി എപ്സിലൺ ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എ പ്ലസ് കെ എച്ചിൻ്റെ വാല്യൂവിനും ഇതാണ് എഫ് ഓഫ് എ ഇൻക്രീസിങ് ആണ് ഫംഗ്ഷൻ എങ്കിൽ ഇതാണ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ചിൻ്റെ വാല്യൂ. എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ചിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഏത് എക്സ് എടുത്താലും ജി എപ്സിലൺ ഓഫ് എക്സിൻ്റെ വാല്യൂ ഉണ്ടാവുക. അതായത് ഒന്നുകിൽ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് എന്ന് പറയുന്നത് മാക്സിമവും എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് എന്ന് പറയുന്നത് മിനിമവും ആയിരിക്കും. ഇനി അതല്ല ഡിക്രീസിങ് ആണെങ്കിൽ ഇത് ജി എപ്സിലൺ ഓഫ് എക്സിൻ്റെ മാക്സിമം വാല്യൂവും ഇത് മിനിമം വാല്യൂ ആയിരിക്കും ഓരോ ഇൻ്റർവെല്ലിലും നോക്കുകയാണെങ്കിൽ. സോ അപ്പോൾ ഒന്നുകിൽ നമുക്ക് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ലെസ് ദാൻ ജി എപ്സിലൺ ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 ഓഫ് എച്ച് ആവാം, അല്ലെങ്കിൽ തിരിച്ചാവാം. ഇനി ഞാൻ ഈ രണ്ട് ഇനീക്വാലിറ്റിക്കും പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് രണ്ടിടത്തും ഞാൻ ചെയ്യാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് മൈനസ് ചെയ്യാൻ പോവുകയാണ്. സോ ഐ വിൽ ഹാവ് ഒന്നുകിൽ എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ജി എപ്സിലൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്നാവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഇനീക്വാലിറ്റിയിലും രണ്ടറ്റത്തുള്ള ആൾക്കാർ സെയിം ആണ്, ഓർഡർ മാത്രമേ മാറുന്നുള്ളൂ. സോ നമുക്ക് പറയാം ഈ അബ്സല്യൂട്ട് വാല്യൂ ഓർ ജി എപ്സിലൺ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് മൈനസ് എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് മൈനസ് എഫ് ഓഫ് എക്സിനും ഇടയിലാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഐ കെ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിലെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഐ കെയിൽ ഇതാണ് എ പ്ലസ് കെ മൈനസ് 1 ഇൻറ്റു എച്ച്, ദിസ് ഇസ് എ പ്ലസ് കെ എച്ച്, യു ടേക്ക് ആൻ എക്സ് ഹിയർ. എന്തായാലും ഈ എ പ്ലസ് കെ മൈനസ് 1 എച്ച് തുടങ്ങി എ പ്ലസ് കെ എച്ച് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ ഞാനൊരു എക്സ് ഇവിടെ നിന്ന് എടുത്താൽ എക്സിൽ നിന്ന് ഈ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആയിരിക്കും, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആയിരിക്കും. സോ ദാറ്റ് ഐ ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് 1 ടൈംസ് എച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ. അതുപോലെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് എ പ്ലസ് കെ എച്ച് ആണെങ്കിലും ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആയിരിക്കും ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് ഐ കെ. ആൻഡ് ദ ഫംഗ്ഷൻ എഫ് ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സ്, ഇതാണ് നമ്മളിവിടെ യുവിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നതെന്ന് കരുതുക. മോഡ് എക്സ് മൈനസ് യു ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ ആണെങ്കിൽ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു വിൽ ബി ലെസ് ദാൻ എപ്സിലൺ. ഓക്കെ, സോ അതുപോലെ തന്നെ യുവിൻ്റെ സ്ഥാനത്ത് എ പ്ലസ് കെ എച്ചും നമുക്ക് എടുക്കാം. സോ ദാറ്റ് വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലെസ് ദാൻ എപ്സിലൺ ആയിരിക്കും. സോ
ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് g epsilon of x minus f of x ഉള്ളത്. സോ ദാറ്റ് വി ഹാവ് absolute value of g epsilon of x minus f of x എന്ന് പറയുന്നതും will be less than epsilon for every x element of ik and for any k element of 1 2 3 etc up to m. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന സെറ്റിലുള്ള ഏത് x എടുത്താലും we will have absolute value of g epsilon of x minus f of x is less than epsilon. So നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത g epsilon satisfies this property. Okay, so any continuous function on a closed bounded interval can be approximated with a piecewise linear